നമസ്കാരം. സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളി അഴുക്കുള്ളിലാണ്. ഇനി ശബരിമലയുടെ ആ അന്വേഷണം എന്ന് പറയപ്പെടുന്നത് പിണറായിക്കെതിരെയായിരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും പ്രത്യേക അന്വേഷണ സംഘം SIT ചോദ്യം ചെയ്തു. ആരും അറിഞ്ഞില്ല, 3 ദിവസമായി അന്വേഷണം ചെയ്തിട്ട്. അപ്പോൾ അന്വേഷണമൊക്കെ ഇപ്പോൾ ഇനി അടുത്തത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് നീളുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അന്വേഷണം സർക്കാരിലേക്ക് എത്തും, സർക്കാരിനെ നയിക്കുന്ന പിണറായി വിജയനിലേക്കും എത്തും. ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാരായിരുന്ന A പത്മകുമാറും N ബാസുവും മുൻ ബോർഡ് അംഗം N വിജയകുമാറും അടക്കം CPMന്റെ 3 പ്രധാന നേതാക്കൾ ജയിലിലാണ് എന്നുള്ള കാര്യം CPM മറന്നുപോയത്. ഏതാനും ഉദ്യോഗസ്ഥരെ മാത്രം പ്രതികളാക്കി ഒതുക്കേണ്ടിയിരുന്ന അന്വേഷണമാണ് ഹൈക്കോടതിയുടെ വളരെ കൃത്യമായിട്ടുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളെ തുടർന്ന് മുൻ മന്ത്രി അടക്കം രാഷ്ട്രീയ നേതൃത്വത്തിലേക്കടക്കം ഇപ്പോൾ നീണ്ടുപോകുന്നത് എന്നുള്ളതാണ്. 2019 ദേവസ്വം മന്ത്രി എന്ന നിലയിൽ പറയുവാനുള്ള കാര്യങ്ങൾ SITയോട് പറഞ്ഞു എന്നുള്ള ഒറ്റവരി മറുപടി മാത്രമാണ് ചോദ്യം ചെയ്യലിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം കടകംപള്ളി പറഞ്ഞത്. പത്മകുമാറിന്റെ മൊഴിയാണ് സത്യത്തിൽ കടകംപള്ളിക്ക് കുരുക്കായത് എന്നാണ് സൂചന. സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശുവാനുള്ള സ്പോൺസർഷിപ്പിനായിട്ട് ദേവസ്വം ബോർഡിന് മാത്രമല്ല സർക്കാരിനും പോറ്റി അപേക്ഷ നൽകിയിരുന്നു എന്നും പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കാൻ സർക്കാർ നിർദ്ദേശിച്ചു എന്നും ഇതുകൂടി കണക്കിലെടുത്താണ് ബോർഡ് തീരുമാനമെടുത്തത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് മന്ത്രി മാത്രമല്ല സർക്കാരും ഉൾപ്പെടും എന്നുള്ളതാണ്. മാത്രമല്ല സ്വർണ്ണപ്പാളി പോറ്റിക്ക് കൈമാറുവാനുള്ള ഉത്തരവിന്റെ രേഖകളിൽ ഇക്കാര്യം പരാമർശിച്ചിട്ടുണ്ട് എന്ന് പത്മകുമാർ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മൊഴിയാണ് കടകംപള്ളിക്ക് കുരുക്കായി മാറിയത്. അപ്പോൾ ഇതോടെ ബോർഡിലേക്ക് പോറ്റി അയച്ചത് കടകംപള്ളിയാണ് എന്ന് വന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുവാനാണ് SIT കടകംപള്ളിയെ ചോദ്യം ചെയ്തത്. കടകംപള്ളിക്ക് ക്ലീൻ ചിറ്റ് നൽകാനാണോ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനാണോ ഈ നീക്കമെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ വ്യക്തതയില്ലാത്തത് എന്നുള്ളതാണ്. റിമാൻഡിലുള്ള പത്മകുമാറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത ശേഷമാണ് SIT കടകംപള്ളിയെ ചോദ്യം ചെയ്തത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ദ്വാരപാലക ശില്പങ്ങൾ പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാൻ അനുമതി നൽകിയതുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കടകംപള്ളിയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഈ കേസിൽ ഹൈക്കോടതി ഇനി നടത്തുന്ന നിരീക്ഷണങ്ങൾ നിർണായകമാകും. ഇറിഡിയം തട്ടിപ്പ് സംഘത്തിനടക്കം കേസിൽ ബന്ധമുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. D മണിയും ശ്രീകൃഷ്ണനും അടക്കമുള്ളവരിൽ നിന്നും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അറസ്റ്റിലായ പ്രതികളെ എല്ലാം തന്നെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും, ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്യും. കടകംപള്ളി എന്ന് പറയപ്പെടുന്ന സംശയ നിഴലിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് വിശദീകരിച്ച് CPM വീട് കയറി പ്രചരണം നടത്താനിരിക്കെയാണ് ഉന്നത നേതാക്കളിലേക്ക് ഇതാ അന്വേഷണം എത്തുന്നത് എന്നുള്ളത് പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മുൻ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി, മറ്റൊരു CPM നേതാവായിട്ടുള്ള PS പ്രശാന്ത് ഇനി സർക്കാരിലേക്ക് ചെല്ലപ്പെടുമ്പോൾ പിണറായി വിജയൻ അടക്കം സംശയ നിഴലിലേക്ക് എത്തുമോ എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റ ഒരു തിരിച്ചടി ഉണ്ടല്ലോ, അതിനകത്ത് സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് വിശദീകരിച്ച് CPM വീടാന്തരം കയറി ഇറങ്ങി പ്രചരണം നടത്താനിരിക്കുകയാണ്. അപ്പോഴാണ് ഇതാ വരുന്നു അടുത്ത പുലിവാല്, കടകംപള്ളിയെ പൊക്കുന്നു. ഇനി അടുത്തത് സർക്കാരിലേക്ക് അന്വേഷണം പോകുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ CPM ഉഴലുകയാണ്. A പത്മകുമാർ അറസ്റ്റിലായിട്ടും പാർട്ടി നടപടിയെടുക്കാത്തതിനെതിരെ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ അടക്കം രംഗത്ത് വരുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇതിനിടെയാണ് അയ്യപ്പൻ കാക്കുമെന്നും താൻ ബലിയാടാണ് എന്നും പറഞ്ഞുകൊണ്ട് പത്മകുമാർ കോടതിയിൽ അടക്കം പ്രതികരിച്ചത്. പുരാവസ്തു വ്യാപാരി D മണി ഉൾപ്പെടെയുള്ളവരെയും കേസുമായി ബന്ധപ്പെട്ടിട്ട് SIT ചോദ്യം ചെയ്യുന്നത് അടക്കം തുടരുമ്പോഴും പാർട്ടി പരുങ്ങലിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശില്പങ്ങൾ പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശുവാനുള്ള അനുമതിക്കായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിയാണ് ആദ്യം സമീപിച്ചത് എന്നും മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ബോർഡ് ഇതിന് അനുമതി നൽകിയത് എന്നുമാണ് പത്മകുമാറിന്റെ മൊഴി. എന്നാൽ താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു ഭക്തൻ എന്ന നിലയിൽ മാത്രമാണ് അറിയുന്നത് എന്നും സ്വർണം പൂശിയ വിവരം ബോർഡ് സർക്കാരിനെ അറിയിച്ചിട്ടില്ല എന്നുമാണ് കടകംപള്ളിയുടെ വിശദീകരണം. പോറ്റിയുമൊത്തുള്ള കടകംപള്ളിയുടെ നിരവധി ചിത്രങ്ങൾ പലപ്പോഴായിട്ട് പുറത്തു വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ചുള്ള ചിത്രങ്ങൾ എന്ന അടിക്കുറിപ്പോടെ ഷിബു ബേബി ജോൺ ആണ് ഇവയൊക്കെ പുറത്തുവിട്ടതും. അതൊക്കെ വലിയ കാഴ്ചകളായി കാണുന്നുമുണ്ട്. അപ്പോൾ ഒരു ഫയലും താൻ കണ്ടിട്ടില്ല എന്നും ബോർഡിന്റെ ഒരു തീരുമാനത്തിലും പങ്കില്ല എന്നുമൊക്കെ കടകംപള്ളി വിശദീകരിക്കുമ്പോഴും ആ വിശദീകരണത്തിലും ഒരു സംശയ നിഴലുണ്ട് കടകംപള്ളിക്ക് പുറത്ത്. മുൻ പ്രസിഡന്റുമായിട്ടുള്ള A പത്മകുമാർ, N ബാസു, ബോർഡ് മുൻ അംഗം N വിജയകുമാർ എന്നിവർ ഇതിനോടകം തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. ഉടൻ തന്നെ ശങ്കർദാസും അറസ്റ്റിലാകും.
സുഖമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ശങ്കർദാസിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത്. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യുമായിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ ശബരിമല വിഷയത്തിൽ പാർട്ടിയുടെ ഭാഗം വിശദീകരിക്കുവാൻ ജനുവരി 15 മുതൽ വീടാന്തരം കയറിയിറങ്ങി പ്രചാരണം നടത്താനിരിക്കെയാണ് ഉന്നത നേതാക്കളിലേക്ക് ഇപ്പോൾ അന്വേഷണം നീണ്ടുപോകുന്നത്. പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയെടുക്കാത്തത് ഉന്നതരുടെ പങ്ക് വെളിപ്പെടുമെന്ന പേടി കൊണ്ടാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോഴും ഇതിനിടെ അയ്യപ്പന്റെ സ്വർണം കട്ടവർ ആരായാലും സംരക്ഷിക്കില്ല എന്നുള്ള നിലപാടിലേക്ക് CPM മാറുമ്പോഴും ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള അന്വേഷണം സർക്കാരിനും പാർട്ടിക്കും വലിയ വെല്ലുവിളിയായി തുടരുന്ന സാഹചര്യത്തിൽ ഇവർക്കെതിരെയൊക്കെ നടപടിയെടുത്തേ പറ്റൂ. അപ്പോൾ പിണറായി വിജയനെതിരെയാണെങ്കിലും കടകംപള്ളി സുരേന്ദ്രനെതിരെയാണെങ്കിലും ഇതുവരെയും നടപടിയെടുക്കാത്ത പത്മകുമാറിനെതിരെയാണെങ്കിലും CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി ഒരുങ്ങുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതോടെ ആ അന്വേഷണം എന്ന് പറയപ്പെടുന്നത് സർക്കാരിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണ്. ഇനി പിണറായി വിജയനെ രക്ഷിക്കാൻ ആര് വരുമെന്നാണ് കാണേണ്ടത്. പാർട്ടി കൂടി വിജയനെ കൈവിട്ടാൽ വിജയൻ പരാജിതനാകുമെന്നുള്ള കാര്യം തർക്കമില്ല.